ഇന്ത്യൻ പാർലമെന്റിൽ ഒരു ധനമന്ത്രി ബജറ്റ് അവതരിപ്പിക്കാൻ എത്തുമ്പോൾ രാജ്യം ഉറ്റുനോക്കുന്നത് കേവലം അക്കങ്ങളിലേക്കും നികുതി നിരക്കുകളിലേക്കും മാത്രമല്ല. ആധുനിക ഇന്ത്യയുടെ സാമ്പത്തിക നയങ്ങൾക്കൊപ്പം തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒന്നായി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ ബജറ്റ് ദിനത്തിലെ വസ്ത്രധാരണം മാറിയിരിക്കുന്നു. തുടർച്ചയായ 9ാം തവണയും രാജ്യത്തിന്റെ വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിക്കാൻ അവർ എത്തുമ്പോൾ തമിഴ്നാടിന്റെ തനതായ നെയ്ത്തു പാരമ്പര്യത്തെ വിളിച്ചോതുന്ന കാഞ്ചീവരം സാരിയാണ് തിരഞ്ഞെടുത്തത്. ഇത് കേവലം ഒരു ഫാഷൻ താൽപ്പര്യമല്ല, മറിച്ച് ഇന്ത്യയുടെ വൈവിധ്യമാർന്ന കൈത്തറി മേഖലയെയും പ്രാദേശിക കലാകാരന്മാരെയും ആഗോളതലത്തിൽ അടയാളപ്പെടുത്താനുള്ള ബോധപൂർവമായ ശ്രമം കൂടിയാണ്. ഓരോ വർഷവും അവർ തിരഞ്ഞെടുക്കുന്ന സാരികൾക്ക് പിന്നിൽ ഇന്ത്യയുടെ ഓരോ സംസ്ഥാനത്തിൻ്റെയും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള നെയ്ത്ത് ചരിത്രമുണ്ട്. 2026 ബജറ്റ് അവതരണ വേളയിൽ നിർമ്മല സീതാരാമൻ അണിഞ്ഞത് മജന്ത നിറത്തിലുള്ള മനോഹരമായ ഒരു കാഞ്ചീവരം സിൽക്ക് സാരിയാണ്. തമിഴ്നാടിന്റെ നെയ്ത്തു പാരമ്പര്യത്തിന്റെ അടയാളമായ ഈ സാരിയിൽ കട്ടം എന്ന് വിളിക്കപ്പെടുന്ന കടും തവിട്ട് നിറത്തിലുള്ള ചെറിയ ചതുരങ്ങൾ അഥവാ ചെക്കുകൾ മനോഹരമായി കോർത്തിണക്കിയിരിക്കുന്നു. നൂൽ കൊണ്ട് തീർത്ത ബോർഡറുകൾ ഈ വസ്ത്രത്തിന് കൂടുതൽ പ്രൗഢിയും നൽകി. ചുവന്ന പൗച്ചിനുള്ളിൽ സൂക്ഷിച്ച ടാബ്ലറ്റുമായി അവർ പാർലമെന്റിലേക്ക് നടന്നു നീങ്ങിയപ്പോൾ അത് പാരമ്പര്യവും ആധുനികതയും തമ്മിലുള്ള കൂടിച്ചേരലായി മാറുകയായിരുന്നു. തമിഴ് സംസ്കാരത്തിന്റെ കരുത്തും ആഴവും പ്രതിഫലിപ്പിക്കുന്ന ഈ വസ്ത്രധാരണം ഒരു ജനതയുടെ മൊത്തം നൈപുണ്യത്തെ ആദരിക്കുന്നതിന് തുല്യമായിരുന്നു. വസ്ത്രധാരണത്തിലൂടെ ഒരു ധനമന്ത്രിക്ക് രാജ്യത്തെ വിവിധ മേഖലകളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ കഴിയുമെന്ന് നിർമ്മല സീതാരാമൻ കഴിഞ്ഞ വർഷങ്ങളിലൂടെ തെളിയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കഴിഞ്ഞ വർഷത്തെ ബജറ്റ് അവതരണ വേളയിൽ ധനമന്ത്രി അണിഞ്ഞ വസ്ത്രം ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ബീഹാറിലെ മധുബനി കലാരൂപം തുന്നിച്ചേർത്ത ഓഫ് വൈറ്റ് ഹാൻഡ്ലൂം സിൽക്ക് സാരിയായിരുന്നു അത്. പത്മശ്രീ ജേതാവായ ദുലാരി ദേവി സമ്മാനിച്ച ഈ സാരിയിലൂടെ ബീഹാറിലെ ഗ്രാമീണ കലാകാരന്മാരുടെ കഠിനാധ്വാനമാണ് ലോക ശ്രദ്ധയിലെത്തിയത്. സാരിയുടെ മത്സ്യരൂപങ്ങളിലുള്ള ചിത്രത്തയ്യലുകൾ മധുബനി കലയുടെ സൂക്ഷ്മത വിളിച്ചോതുന്നതായിരുന്നു. വോക്കൽ ഫോർ ലോക്കൽ എന്ന സർക്കാരിൻ്റെ മുദ്രാവാക്യത്തെ അർത്ഥവത്താക്കുന്ന രീതിയിൽ അവതരിപ്പിക്കാൻ ഇത്തരം വസ്ത്രധാരണങ്ങൾ സഹായിക്കുന്നുണ്ട്. ഇന്ത്യയിലെ ഓരോ ഗ്രാമത്തിലും മറഞ്ഞുകിടക്കുന്ന അമൂല്യമായ കലകളെ പാർലമെന്റിന്റെ അകത്തളങ്ങളിൽ കൊണ്ടുവരിക വഴി ആ മേഖലയിലെ തൊഴിലാളികൾക്ക് വലിയൊരു ആത്മവിശ്വാസമാണ് അവർ പകരുന്നത്. 2024 പൊതു ബജറ്റ് അവതരിപ്പിക്കുന്നതിന് എത്തിയപ്പോൾ നിർമ്മല സീതാരാമൻ തെരഞ്ഞെടുത്തത് പർപ്പിൾ ബോർഡറുള്ള വെളുത്ത സിൽക്ക് സാരിയായിരുന്നു. ശുദ്ധി, നിർമ്മലത എന്നിവയുടെ പ്രതീകമായ വെള്ളനിറം ബജറ്റിലെ സുതാര്യതയെ സൂചിപ്പിക്കുന്നു എന്ന് പലരും നിരീക്ഷിക്കുകയുണ്ടായി. എന്നാൽ അതേ വർഷം തന്നെ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഇടക്കാല ബജറ്റിൽ നീല നിറത്തിലുള്ള തുസാർ സിൽക്ക് സാരിയാണ് അവർ അണിഞ്ഞത്. ബംഗാളിന്റെ തനതായ കാന്താ വർക്കുകൾ കൊണ്ട് സമ്പന്നമായിരുന്നു ആ വസ്ത്രം. സൂചിപ്പണിയിലൂടെ തുണിയിൽ കഥകൾ പറയുന്ന കാന്താ കലാരൂപം ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകത്തിന്റെ ഭാഗമാണ്. വസ്ത്രധാരണങ്ങളിലെ ഈ വൈവിധ്യം ഇന്ത്യയുടെ ഫെഡറൽ സംവിധാനത്തോടുള്ള ആദരവായും പലരും വിലയിരുത്തുന്നു. ഓരോ വർഷവും ഓരോ സംസ്ഥാനത്തിന്റെ കലയെ ഉയർത്തിക്കാട്ടുന്നത് രാജ്യത്തിന്റെ ഐക്യത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. 2023 കർണാടകയിലെ ധൻവാഡ് മേഖലയിൽ നിന്നുള്ള പ്രസിദ്ധമായ കസൂതി തുന്നലുകൾ ഉള്ള ചുവന്ന സാരിയാണ് ധനമന്ത്രി തെരഞ്ഞെടുത്തത്. കറുത്ത ബോർഡറിൽ ക്ഷേത്രരൂപങ്ങൾ കസൂതി രീതിയിൽ തുന്നിപ്പിടിപ്പിച്ച ആ സാരി അക്കാലത്ത് വലിയ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. 2000 വർഷത്തിലേറെ പഴക്കമുള്ള ഈ കലാരൂപം സംരക്ഷിക്കപ്പെടേണ്ടതിൻ്റെ ആവശ്യകതയിലേക്കാണ് മന്ത്രിയുടെ വസ്ത്രം വിരൽ ചൂണ്ടിയത്. അതുപോലെ 2022 ഒഡീഷയുടെ തനതായ ബോങ്കായ് സാരിയാണ് അവർ അണിഞ്ഞത്. തുരുമ്പ് കലർന്ന തവിട്ട് നിറത്തിലുള്ള സാരിയും ഓഫ് വൈറ്റ് ബോർഡറും ഒഡീഷയിലെ ഗോത്രവർഗ കലകളുടെയും പ്രകൃതിയുടെയും മിശ്രണമായിരുന്നു. വെറും വസ്ത്രം എന്നതിലുപരി ഓരോ നെയ്ത്തുകാരൻ്റെയും സ്വപ്നങ്ങളും അധ്വാനവും ഇത്തരം പൊതുവേദികളിൽ പ്രദർശിപ്പിക്കപ്പെടുന്നത് ഇന്ത്യൻ കൈത്തറി മേഖലയ്ക്ക് പുതിയ വിപണികൾ കണ്ടെത്താൻ സഹായകരമാകുന്നുണ്ട്. തെലങ്കാനയിലെ പോച്ചംപള്ളിയിൽ നിന്നുള്ള ഇക്കത്ത് ഡിസൈനുകൾ നിർമ്മല സീതാരാമന്റെ പ്രിയപ്പെട്ടവയിലൊന്നാണ്. 2021 ബജറ്റ് ദിനത്തിൽ ചുവപ്പും ഓഫ് വൈറ്റും കലർന്ന പോച്ചംപള്ളി സിൽക്ക് സാരിയാണ് അവർ ധരിച്ചത്. ജ്യാമിതീയ രൂപങ്ങൾ കൊണ്ട് വസ്ത്രങ്ങളെ മനോഹരമാക്കുന്ന ഈ രീതി ലോക പ്രശസ്തമാണ്. രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചുള്ള ഗൗരവകരമായ ചർച്ചകൾ നടക്കുന്ന വേളയിൽ തന്നെ ഇത്തരം സാംസ്കാരിക അടയാളങ്ങൾ കൂടെ ചേർക്കുന്നത് ഭരണനിർവഹണത്തിൽ പാരമ്പര്യത്തിനുള്ള പ്രാധാന്യത്തെയാണ് കാണിക്കുന്നത്. മഞ്ഞയും സ്വർണ്ണ നിറവും കലർന്ന സാരി ധരിച്ചെത്തിയ 2020 ബജറ്റ് ദിനവും ആരെയും ആകർഷിക്കുന്നതായിരുന്നു. ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും പ്രതീകമായാണ് മഞ്ഞ നിറം ഇന്ത്യയിൽ കണക്കാക്കപ്പെടുന്നത്. ധനമന്ത്രി എന്ന നിലയിൽ തൻ്റെ ആദ്യ ബജറ്റ് അവതരിപ്പിച്ച 2019 പിങ്ക് നിറത്തിലുള്ള ലളിതമായ മംഗൾഗിരി സാരിയാണ് നിർമ്മല സീതാരാമൻ തെരഞ്ഞെടുത്തത്. ആന്ധ്രാപ്രദേശിലെ ഈ പ്രശസ്തമായ നെയ്ത്ത് രീതി ലാളിത്യത്തിൻ്റെ പര്യായമാണ്. അന്ന് ചുവന്ന തുണിയിൽ പൊതിഞ്ഞ ബഹി ഖാത്തയുമായാണ് അവർ എത്തിയത്.
ബ്രിട്ടീഷ് കാലം മുതൽ തുടർന്നു പോകുന്ന ചർമ്മപ്പെട്ടിക്ക് അഥവാ ബ്രീഫ് കേസിന് അന്ത്യം കുറിച്ചുകൊണ്ട് ഇന്ത്യൻ രീതിയിലുള്ള കണക്ക് പുസ്തക ശേഖരം അവതരിപ്പിച്ചത് അന്ന് വലിയ മാറ്റമായി കരുതപ്പെട്ടിരുന്നു. പിന്നീട് അവിടെ നിന്നും ഡിജിറ്റൽ ഇന്ത്യയുടെ പ്രതീകമായ ടാബ്ലറ്റിലേക്കുള്ള മാറ്റവും നാം കണ്ടു. വസ്ത്രത്തിലും പ്രവൃത്തിയിലും ഒരേപോലെ ഇന്ത്യൻ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ നിർമ്മല സീതാരാമൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. ഫാഷൻ എന്നത് കേവലം കാഴ്ചയ്ക്കുള്ള ഭംഗി മാത്രമല്ലെന്നും അതൊരു ശക്തമായ ആശയവിനിമയ ഉപാധിയാണെന്നും ധനമന്ത്രിയുടെ ഈ 9 വർഷത്തെ ശൈലി നമ്മെ ബോധ്യപ്പെടുത്തുന്നു. ഒരു രാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്ന വേദിയിൽ ഓരോ പ്രദേശത്തെയും പ്രതിനിധീകരിക്കുന്ന വസ്ത്രങ്ങൾ ധരിക്കുക വഴി താൻ ഇന്ത്യയിലെ എല്ലാ ജനവിഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്നു എന്ന സന്ദേശമാണ് അവർ നൽകുന്നത്. കൈത്തറി മേഖല നേരിടുന്ന പ്രതിസന്ധികൾക്കിടയിൽ രാജ്യത്തിൻ്റെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരാൾ ഇത്തരം വസ്ത്രങ്ങൾ ധരിക്കുന്നത് നെയ്ത്തുകാർക്ക് നൽകുന്ന പിന്തുണ വലുതാണ്. ഇത് വിപണിയിൽ ഈ സാരികൾക്ക് വലിയ ഡിമാൻഡ് ഉണ്ടാക്കുന്നതിനും പ്രാദേശിക ഉൽപ്പന്നങ്ങളുടെ ബ്രാൻഡിങ്ങിനും കാരണമാകുന്നു. ചുരുക്കത്തിൽ നിർമ്മല സീതാരാമൻ്റെ ബജറ്റ് ദിനത്തിലെ വസ്ത്രധാരണം ഇന്ത്യയുടെ സാംസ്കാരിക ഭൂപടത്തിലൂടെയുള്ള ഒരു യാത്രയാണ്. തമിഴ്നാട്ടിലെ കാഞ്ചീവരം മുതൽ ബീഹാറിലെ മധുബനി വരെയും ഒഡീഷയിലെ ബോങ്കായ് മുതൽ കർണാടകയിലെ കസൂതി വരെയും നീളുന്ന ഈ യാത്ര വൈവിധ്യങ്ങൾക്കിടയിലെ ഏകത്വത്തെയാണ് ഓർമ്മിപ്പിക്കുന്നത്. അക്കങ്ങളുടെയും കണക്കുകളുടെയും ലോകത്ത് ഇത്തരം ചെറിയ സാംസ്കാരിക ചലനങ്ങൾ പോലും വലിയ അർത്ഥങ്ങൾ വഹിക്കുന്നുണ്ട്. വരും വർഷങ്ങളിലും ധനമന്ത്രിയുടെ വസ്ത്രങ്ങൾ ഇന്ത്യൻ തനിമയുടെ പുതിയ അധ്യായങ്ങൾ തുറക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. നമ്മുടെ നാടൻ കലകളെയും കലാകാരന്മാരെയും ചേർത്ത് പിടിക്കേണ്ടതിൻ്റെ പ്രാധാന്യം ഈ വസ്ത്രങ്ങൾ ഓരോ തവണയും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.